ഗോൾ സ്റ്റോൺ അഥവാ പിത്തസഞ്ചിയിലെ കല്ല് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെ സാധാരണമായി കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഗോൾ സ്റ്റോൺ അഥവാ പിത്തസഞ്ചിയിലെ കല്ല്. ഒരു 100 പേരെ എടുക്കുകയാണെങ്കിൽ അതിനുള്ള 15ഓളം പേർക്ക് പിത്തസഞ്ചിയിൽ കല്ല് കാണപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ഗോൾ സ്റ്റോൺ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? പ്രധാനമായും നമ്മുടെ ജീവിതശൈലിയും ആഹാരക്രമത്തിലെ വ്യതിയാനവും തന്നെയാണ് ഇത്രയും ഗോൾ സ്റ്റോൺ കാണപ്പെടാനുള്ള കാരണം. ഹൈ കാലറി ഡയറ്റ്, അമിതവണ്ണം തുടങ്ങിയവയാണ് ഗോൾ സ്റ്റോൺ ഉണ്ടാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതുകൂടാതെ ചെറുകുടലുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങളും ഓപ്പറേഷനുകളും ചില മരുന്നുകളും ഗോൾ സ്റ്റോൺ ഉണ്ടായേക്കാൻ കാരണമായേക്കാം. എന്തൊക്കെയാണ് ഗോൾ സ്റ്റോണിന്റെ ലക്ഷണങ്ങൾ? ബിലിയറി പെയിൻ അഥവാ വയറിന്റെ വലതുവശത്ത് മുകൾ ഭാഗത്ത് പുറകോട്ട് വ്യാപിക്കുന്ന രീതിയിൽ അതിശക്തമായ വേദനയും അതോടനുബന്ധിച്ചുള്ള ഓക്കാനവും ഛർദിയും ചിലർ കാണപ്പെടാറുണ്ട്. മറ്റു ചിലരിൽ ഭക്ഷണത്തോടുള്ള താല്പര്യമില്ലായ്മയും കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് ട്രബിളും ദഹനക്കുറവുമായി അനുഭവപ്പെടാറുണ്ട്. ചിലരിൽ പിത്തസഞ്ചിയിലെ കല്ല് മൂലം അണുബാധ ഉണ്ടാവുകയും അക്യൂട്ട് കോളിസിസ്റ്റൈറ്റിസ് എന്ന കണ്ടീഷനായി കാണപ്പെടുകയും ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ശക്തമായ വയറുവേദനയും അതോടൊപ്പം പനിയും ഛർദിയും ഓക്കാനവും കാണപ്പെടും. മറ്റു ചിലരിൽ കല്ല് മൂലം പിത്തനാളിക്ക് തടസ്സമുണ്ടാവുകയും അത് മഞ്ഞപ്പിത്തമായി കാണപ്പെടുകയും ചെയ്യും. എന്തൊക്കെ പരിശോധനകളിലൂടെയാണ് ഇത് കണ്ടെത്തുന്നത്? സാധാരണ ലക്ഷണമുള്ളവരിൽ സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും വഴി രോഗനിർണയം സാധ്യമാണ്. എന്നാൽ ഒരു 80% ആളുകളിലും ഇത് അസിംപ്റ്റമാറ്റിക് ഗോൾ സ്റ്റോൺ അഥവാ ലക്ഷണങ്ങളില്ലാത്ത ഒരു കണ്ടീഷനാണ്. അങ്ങനെയുള്ളവരിൽ മറ്റെന്തെങ്കിലും അസുഖത്തിന് സ്കാൻ ചെയ്യുമ്പോഴാണ് ഗോൾ സ്റ്റോൺ ഉണ്ടെന്ന് കണ്ടെത്തുന്നത്. ഗോൾ സ്റ്റോൺ ഉള്ള എല്ലാവർക്കും ഓപ്പറേഷൻ ആവശ്യമാണോ? ഒരിക്കലുമില്ല. ആദ്യമേ പറഞ്ഞുവല്ലോ, 80% ആളുകളിലും ലക്ഷണങ്ങളില്ലാത്ത അവസ്ഥയാണ് പിത്തസഞ്ചിയിലെ കല്ല് എന്നുള്ളത്. ആ സാഹചര്യത്തിൽ യാതൊരു ചികിത്സയും ആവശ്യമായിട്ട് വരുന്നില്ല. ലക്ഷണങ്ങളുള്ളവരിലാണ് ചികിത്സ ആവശ്യമായി വരുന്നത്. അതിൽ തന്നെ ചില ആളുകൾക്ക് ഭക്ഷണക്രമത്തിലെ ക്രമീകരണവും എക്സസൈസും മരുന്നുകളും കൊണ്ട് അസുഖം മാറ്റാവുന്നതാണ്. ഓപ്പറേഷൻ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങൾ ബിലിയറി പെയിൻ, അക്യൂട്ട് കോളിസിസ്റ്റൈറ്റിസ്, കല്ല് മൂലമുണ്ടാകുന്ന മഞ്ഞപ്പിത്തം തുടങ്ങിയവയാണ്. അവയിൽ കീഹോൾ സർജറി വഴി പിത്തസഞ്ചിയും അതോടൊപ്പം കല്ലും നീക്കം ചെയ്യേണ്ടതാണ്. കീഹോളായി സർജറി ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ആശുപത്രിവാസം മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ എക്സസൈസും ഭക്ഷണ ക്രമീകരണവും വഴി നിയന്ത്രിക്കാൻ സാധിക്കുകയും ലക്ഷണങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടിയാൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പരിഹരിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഗോൾ സ്റ്റോൺ അഥവാ പിത്തസഞ്ചിയിലെ കല്ല്.